മോർണിംഗ്. ഇന്നത്തെ ക്ലാസ്സിൽ ബയാസ് സ്റ്റെബിലൈസേഷൻ എന്ന ടോപ്പിക്കാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പം ബയാസ് സ്റ്റെബിലൈസേഷൻ എന്ന ടോപ്പിക്കിലേക്ക് കടക്കുന്നതിന് മുന്നേ സ്റ്റെബിലിറ്റി എന്താണെന്ന് നമുക്കറിയാം. സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നെറ്റ്വർക്ക് എത്ര കണ്ട് സെൻസിറ്റീവ് ആണെന്നുള്ളത്. ഇപ്പം നമുക്കറിയാം ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് ബീറ്റ ചേഞ്ച് ചെയ്യും. ബീറ്റ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കളക്ടർ കറൻറ്റ് ചേഞ്ച് ചെയ്യും. അപ്പം ചേഞ്ചസിനനുസരിച്ച് പാരാമീറ്റേഴ്സിൻ്റെ ചേഞ്ചസിനനുസരിച്ച് അതിൻ്റെ അകത്ത് ചേഞ്ചസ് വരികയാണെങ്കിൽ, നെറ്റ്വർക്കിൽ ചേഞ്ചസ് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു എത്ര കണ്ട് ചേഞ്ചസ് എത്ര സെൻസിറ്റീവ് ആണെന്നുള്ളത് നമുക്ക് മെഷർ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ടേമാണ് സ്റ്റെബിലിറ്റി. അപ്പം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെത്തേഡ്സ് ഓഫ് ബയാസിങ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ് ട്രാൻസിസ്റ്റർ ബയാസിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു 5 മെത്തേഡ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഫിക്സഡ് ബയാസ്, എമിറ്റർ ബയാസ്, വോൾട്ടേജ് ഡിവൈഡർ ബയാസ്, കളക്ടർ ഫീഡ്ബാക്ക് ബയാസ്, എമിറ്റർ ഫീഡ്ബാക്ക് ബയാസ് എന്നൊക്കെ പറഞ്ഞ് ട്രാൻസിസ്റ്ററിനെ ബയാസ് ചെയ്യുന്ന മെത്തേഡ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ബയാസിങ് നമ്മൾ നടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അതിന് നമുക്കൊരു ഓപ്പറേറ്റിംഗ് പോയിൻ്റ് കിട്ടും. ആ ഓപ്പറേറ്റിംഗ് പോയിൻ്റ് എത്ര കണ്ട് സ്റ്റേബിളാണ് എന്നുള്ളത് നമ്മൾ മെഷർ ചെയ്യാൻ വേണ്ടി നമ്മളെടുത്ത ടേം പാരാമീറ്റർ ആയിരുന്നു സ്റ്റെബിലിറ്റി എന്ന് പറയുന്ന ടേം. അപ്പം സ്റ്റെബിലിറ്റി ഓഫ് എ സിസ്റ്റം ഈസ് എ മെഷർ ഓഫ് ദി സെൻസിറ്റിവിറ്റി ഓഫ് എ നെറ്റ്വർക്ക് ടു വേരിയേഷൻ ഇൻ ഇറ്റ്സ് പാരാമീറ്റേഴ്സ്. അപ്പം അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന ടേം സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞു. ഇനി സ്റ്റെബിലൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നമ്മുടെ ഓപ്പറേറ്റിംഗ് പോയിൻ്റ് അല്ലെങ്കിൽ ക്യൂസെൻ പോയിൻ്റ് എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന ഓപ്പറേറ്റിംഗ് പോയിൻറ്റിനെ ഇൻഡിപെൻഡൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ടെമ്പറേച്ചർ ആൻഡ് ചേഞ്ചസ് ഇൻ ട്രാൻസിസ്റ്റർ പാരാമീറ്റേഴ്സ്. അപ്പം നമ്മുടെ ഇപ്പോൾ പാരാമീറ്റേഴ്സ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, മീൻസ് ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ട്രാൻസിസ്റ്റർ പാരാമീറ്ററൊക്കെ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാലും ക്യൂ പോയിൻ്റ് അവിടെ ചേഞ്ച് ചെയ്യില്ല. അങ്ങനെ ചേഞ്ച് ചെയ്യാതിരിക്കാൻ എടുക്കുന്ന നമ്മൾ ടെക്നിക്കിനെയാണ് നമ്മൾ സ്റ്റെബിലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പം സ്റ്റെബിലൈസേഷൻ ഈസ് അബൌട്ട് മേക്കിംഗ് ദ ക്യൂ പോയിൻറ്റ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ടെമ്പറേച്ചർ ആൻഡ് ചേഞ്ചസ് ഇൻ ട്രാൻസിസ്റ്റർ പാരാമീറ്റർ. അപ്പം സ്റ്റെബിലൈസേഷൻ ചെയ്യുന്നത് ക്യൂ പോയിൻറ്റിനെ ഇൻഡിപെൻഡൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ടെമ്പറേച്ചർ ആൻഡ് ചേഞ്ചസ് ഇൻ ട്രാൻസിസ്റ്റർ പാരാമീറ്റേഴ്സ്. അപ്പോൾ ക്യൂ പോയിൻറ്റ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യില്ല? ടെമ്പറേച്ചറിനെയും ട്രാൻസിസ്റ്റർ പാരാമീറ്ററിനെയും ഒന്നും ക്യൂ പോയിൻ്റ് ഡിപ്പെൻഡ് ചെയ്യില്ല. അപ്പം സ്റ്റെബിലൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് ക്യൂ പോയിൻറ്റിനെ ഇൻഡിപെൻഡൻ്റ് ആക്കി മാറ്റും. ഇനി ഒരു ആംപ്ലിഫയറിൻ്റെ ഏത് ആംപ്ലിഫയർ നമ്മൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അതിലെ കളക്ടർ കറൻറ്റ് നമുക്കറിയാം IC എന്ന് പറഞ്ഞിട്ടാണ് കളക്ടർ കറൻറ്റ് ഡിനോട്ട് ചെയ്യുന്നത്. കളക്ടർ കറൻറ്റ് സെൻസിറ്റീവ് ടു ബീറ്റ. 3 ടേമിനെ കളക്ടർ കറൻറ്റ് സെൻസിറ്റീവാണ്. ഒന്ന് ബീറ്റ, ദെൻ മോഡ്ലെസ് ഓഫ് VBE എന്ന് പറയുന്ന ടേമിനും ഇൻഡിപെൻഡൻ്റ് ആണ്, ആൻഡ് ദെൻ ICO. ഇങ്ങനെ 3 ടേംസിനെയാണ് കളക്ടർ കറൻറ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ളത്. അപ്പം ബീറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ബീറ്റ എങ്ങനെയാണ് ചേഞ്ചസ് വരുന്നത്? ബീറ്റ എന്ന് പറയുന്നത് ഗെയിനാണ്. അത് ഇൻക്രീസസ് വിത്ത് ഇൻക്രീസസ് ഇൻ ടെമ്പറേച്ചർ. അപ്പോൾ ബീറ്റ ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് ബീറ്റ എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ബീറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. അപ്പോൾ അതിനനുസരിച്ച് എന്ത് ചെയ്യും? കളക്ടർ കറൻറ്റ് ചേഞ്ച് ചെയ്യും. ഇപ്പോൾ ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബീറ്റ കൂടും. ബീറ്റ കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കളക്ടർ കറൻറ്റ് കൂടും. നമുക്കറിയാം IC ഈക്വൽ ടു ബീറ്റ IB എന്ന് പറയുന്ന ഇക്വേഷൻ. അതിൽ ബീറ്റയ്ക്ക് ചേഞ്ച് വരുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും? കളക്ടർ കറൻറ്റിലും ചേഞ്ച് വരും. ദെൻ സെക്കൻഡ് പാരാമീറ്ററാണ് VBE എന്ന് പറയുന്നത്. സെക്കൻഡ് പാരാമീറ്റർ VBE. അത് നമുക്ക് മോഡ്ലെസ് ഓഫ് VBE എന്നാണ് പറയുന്നത്. ഈ VBE എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഡിക്രീസസ്, VBE ഡിക്രീസസ് about 25 millivolt per degree Celsius increase in temperature. അപ്പം VBEൻ്റെ പ്രത്യേകതയാണ്. VBEയിൽ എന്താണ് മാറ്റം വരുന്നത്? ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ചും, ഇപ്പോൾ ഓരോ ഡിഗ്രി സെൽഷ്യസ് കൂടുന്നതിനനുസരിച്ചും അതിൻ്റെ VBE 2.5 millivolt ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം ഓരോ ഡിഗ്രി സെൽഷ്യസ് കൂടുന്തോറും 2.5 millivolt അതെന്ത് ചെയ്യും? കുറയും VBE. അപ്പോൾ VBE ടെമ്പറേച്ചർ കൂടുമ്പം
ബേസ് എമിറ്റർ വോൾട്ടേജ് കുറയും. അപ്പോൾ ബേസ് എമിറ്റർ വോൾട്ടേജ് കുറയുമ്പോൾ അതിനനുസരിച്ച് VCE ICയിലൊക്കെ ചേഞ്ച് വരും. ദെൻ തേർഡ് വൺ, 3 പാരാമീറ്ററിനനുസരിച്ച് കളക്ടർ കറണ്ട് ചേഞ്ച് ചെയ്യുമെന്ന് പറഞ്ഞു. മൂന്നാമത്തതാണ് ICO. നമുക്കറിയാം റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ടാണ്. ICO എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട്. ICO ഈസ് ദ റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട്. ഈ റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ 10 ഡിഗ്രി സെൽഷ്യസ് കൂടുമ്പോഴും റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് ഡബിൾ ചെയ്യും. അപ്പം റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് ഡബിൾസ് ഇൻ വാല്യൂ, അതിൻ്റെ വാല്യൂ ഡബിൾ ചെയ്യും ഫോർ എവരി 10 ഡിഗ്രി സെൽഷ്യസ് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. 10 ഡിഗ്രി സെൽഷ്യസ് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ 10 ഡിഗ്രി സെൽഷ്യസ് കൂടുമ്പം എന്ത് ചെയ്യും? റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് ഡബിൾ ചെയ്യും. അപ്പം നമ്മൾ പറഞ്ഞു കളക്ടർ കറണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 പാരാമീറ്റേഴ്സിനെയാണ് അത് ഡിപ്പെൻഡ് ചെയ്യുന്നത്. 3 പാരാമീറ്റേഴ്സ്. ഫസ്റ്റ് വൺ ബീറ്റ, സെക്കൻഡ് വൺ VBE ആൻഡ് തേർഡ് വൺ ICO. ബീറ്റ എന്ന് പറയുന്നത് ടെമ്പറേച്ചറിനനുസരിച്ച് ഇൻക്രീസ് ചെയ്യും. ദെൻ VBE എന്ന് പറയുന്നതാണ് ഓരോ 1 ഡിഗ്രി സെൽഷ്യസ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ VBE എന്ന് പറയുന്ന 2.5 മില്ലി വോൾട്ട് ഡിക്രീസ് ചെയ്യും. ദെൻ തേർഡ് വൺ ആണ് റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട്. റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് എന്ത് ചെയ്യും? ഡബിൾ ഇൻ വാല്യൂ ഫോർ എവറി 10 ഡിഗ്രി സെൽഷ്യസ് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. ഇനി ഈ ഓരോ ചേഞ്ചിനനുസരിച്ചും നമുക്ക് സ്റ്റെബിലിറ്റി കണ്ടുപിടിക്കാം. ഇപ്പോൾ ബേസ്ഡ് അപ്പോൺ ബീറ്റ ആണെങ്കിൽ നമുക്കതിനെ S(β) എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്യും. ഫസ്റ്റ് നമ്മളെടുത്ത പാരാമീറ്റർ ബീറ്റ അല്ലായിരുന്നു. അപ്പം S(β). ഇതിന് നമുക്ക് ΔIC ഡിവൈഡഡ് ബൈ ΔBT ആണ്. ചേഞ്ച് ഇൻ കളക്ടർ കറണ്ട് വിത്ത് റെസ്പെക്ട് ടു ബീറ്റ. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആംപ്ലിഫിക്കേഷൻ സ്റ്റെബിലിറ്റി ഫാക്ടർ. ആംപ്ലിഫിക്കേഷൻ സ്റ്റെബിലിറ്റി ഫാക്ടർ. അപ്പം ഈ ഒരു കേസിൽ ആംപ്ലിഫിക്കേഷൻ സ്റ്റെബിലിറ്റി ഫാക്ടർ എടുക്കുന്ന സമയത്ത് നമ്മൾ നേരത്തെ വേറെ 2 പാരാമീറ്റേഴ്സ് പറഞ്ഞിരുന്നു, VBE ICO. ആ 2 പാരാമീറ്റർ നമുക്കിവിടെ കോൺസ്റ്റൻ്റ് ആക്കിയിട്ട് വെക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യും? കീപ്പിംഗ് VBE ആൻഡ് ICO കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഇത് രണ്ടും കോൺസ്റ്റൻ്റ് ആക്കി വെച്ചിട്ട് നമ്മുടെ ബീറ്റയ്ക്ക് അനുസരിച്ച് കളക്ടർ കറണ്ടിൽ ഉണ്ടാവുന്ന ചേഞ്ച് അതിന് നമ്മൾ ആംപ്ലിഫിക്കേഷൻ സ്റ്റെബിലിറ്റി ഫാക്ടർ എന്ന് പറഞ്ഞു. സ്റ്റെബിലിറ്റി ഫാക്ടർ എന്ന് പറഞ്ഞ് കോമൺ ആയിട്ട് നമ്മൾ പറഞ്ഞിരുന്നു. ഇവിടെ ആംപ്ലിഫിക്കേഷൻ സ്റ്റെബിലിറ്റി ഫാക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചേഞ്ച് ഇൻ കളക്ടർ കറണ്ട് വിത്ത് റെസ്പെക്ട് ടു ബീറ്റ. ദെൻ നെക്സ്റ്റ് വൺ ആണ് നമ്മൾ ഏതായിരുന്നു പറഞ്ഞത്? VBE എന്ന് പറയുന്ന പാരാമീറ്റർ. അപ്പോൾ നമുക്കതെങ്ങനെ ഡിനോട്ട് ചെയ്യാം? S(VBE). അപ്പോൾ S(VBE) എന്ന് പറഞ്ഞാൽ ഇതുപോലെ എന്തായിരിക്കും? ചേഞ്ച് ഇൻ കളക്ടർ കറണ്ട് വിത്ത് റെസ്പെക്ട് ടു VBE. ഇതിനെ നമുക്ക് എന്ത് വിളിക്കാം? വോൾട്ടേജ് സ്റ്റെബിലിറ്റി ഫാക്ടർ. വോൾട്ടേജ് സ്റ്റെബിലിറ്റി ഫാക്ടർ എന്ന് വിളിക്കാം. വോൾട്ടേജ് സ്റ്റെബിലിറ്റി ഫാക്ടർ. വോൾട്ടേജ് സ്റ്റെബിലിറ്റി ഫാക്ടർ. നോക്കിയേ, ഇവിടെ ഏതൊക്കെയായിരുന്നു പാരാമീറ്റേഴ്സ് നമ്മൾ വരുന്നത്? VBE കൂടാതെ ICO വരുന്നുണ്ട്, ബീറ്റ വരുന്നുണ്ട്. അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? കോൺസ്റ്റൻ്റ് ആക്കിയിട്ട് വെക്കാം. അപ്പോൾ കീപ്പിംഗ് ICO ആൻഡ് ബീറ്റ കോൺസ്റ്റൻറ്റ്. കീപ്പിംഗ് ICO ആൻഡ് ബീറ്റ കോൺസ്റ്റൻറ്റ്. അപ്പം S(VBE) അല്ലെങ്കിൽ വോൾട്ടേജ് സ്റ്റെബിലിറ്റി ഫാക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചേഞ്ച് ഇൻ കളക്ടർ കറണ്ട് വിത്ത് റെസ്പെക്ട് ടു ബേസ് എമിറ്റർ വോൾട്ടേജ്. ദെൻ ഇനി ഒരു പാരാമീറ്ററും കൂടെ നമ്മുടെ കയ്യിലുണ്ട്. അതേതാണ്? ICO. അതിന് നമുക്ക് S(ICO) എന്ന് വിളിക്കാം. S(ICO) എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും? ചേഞ്ച് ഇൻ കളക്ടർ കറണ്ട് വിത്ത് റെസ്പെക്ട് ടു റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് കറണ്ട് സ്റ്റെബിലിറ്റി ഫാക്ടർ എന്ന് വിളിക്കാം. കറണ്ട് സ്റ്റെബിലിറ്റി ഫാക്ടർ. അപ്പം സ്റ്റെബിലിറ്റി ഫാക്ടർ തന്നെ 3 തരത്തിൽ നമ്മളിവിടെ പറഞ്ഞു. ആ 3 തരത്തിൽ എന്ത് ബേസ് ചെയ്തിട്ടാണ്? കളക്ടർ കറണ്ട് 3 പാരാമീറ്ററിനനുസരിച്ച് ചേഞ്ച് വരുന്നുണ്ട്. ബീറ്റ, VBE, ICO. അപ്പോൾ ബീറ്റയ്ക്ക് അനുസരിച്ചാണ് സ്റ്റെബിലിറ്റി ഫാക്ടറിന് നമ്മൾ മെഷർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആംപ്ലിഫിക്കേഷൻ സ്റ്റെബിലിറ്റി ഫാക്ടർ എന്ന് പറഞ്ഞു. ആംപ്ലിഫിക്കേഷൻ സ്റ്റെബിലിറ്റി ഫാക്ടർ എന്ന് പറഞ്ഞു. ബീറ്റയ്ക്ക് അനുസരിച്ചാണ് ചേഞ്ച് വരണമെങ്കിൽ ആംപ്ലിഫിക്കേഷൻ സ്റ്റെബിലിറ്റി ഫാക്ടർ എന്ന് പറഞ്ഞു.
ദെൻ സെക്കൻഡ് പാരാമീറ്റർ ആയിട്ടുള്ള ബേസ് എമിറ്റർ വോൾട്ടേജിനനുസരിച്ചാണ് ചേഞ്ച് വരണമെന്നുണ്ടെങ്കിൽ നമുക്കതിനെ വോൾട്ടേജ് സ്റ്റെബിലിറ്റി ഫാക്ടർ എന്ന് വിളിക്കാം. ഇനി അതല്ല റിവേഴ്സ് സാച്ചുറേഷൻ കറൻറ്റിനനുസരിച്ച് കളക്ടർ കറൻറ്റിൽ ചേഞ്ച് വരികയാണെങ്കിൽ കറൻറ്റ് സ്റ്റെബിലിറ്റി ഫാക്ടർ എന്ന് വിളിക്കാം. ദെൻ നമുക്കിനി അടുത്ത് പറയാനുള്ളത് ഡി സി ബയാസിങ് സർക്യൂട്ട്. ഇപ്പം നമ്മൾ ചെയ്യുന്ന എല്ലാം ഡി സി ബയാസിങ് ആണ്. ഡി സി ബയാസിങ് സർക്യൂട്ടിനകത്ത് നെഗറ്റീവ് ഫീഡ്ബാക്കാണ് എടുക്കുന്നത്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നെഗറ്റീവ് ഫീഡ്ബാക്ക്. ഈ നെഗറ്റീവ് ഫീഡ്ബാക്ക് ഇപ്പം നമ്മൾ ഡി സി ബയാസിങ്ങിൻ്റെ അകത്ത് ചെയ്യുന്നത് എന്താണെങ്കിലും ഓപ്പറേറ്റിംഗ് പോയിൻറ്റിനെ സ്റ്റെബിലൈസ് ചെയ്യാണ് അവിടെ ചെയ്യുന്നത്. പക്ഷേ നെഗറ്റീവ് ഫീഡ്ബാക്കാണ് എടുക്കുന്നത്. നെഗറ്റീവ് ഫീഡ്ബാക്കിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഗെയിൻ ഓഫ് ദി ആംപ്ലിഫയർ റെഡ്യൂസ് ചെയ്യും. അപ്പം നെഗറ്റീവ് ഫീഡ്ബാക്ക് റെഡ്യൂസസ് ദ ഗെയിൻ ഓഫ് ദി ആംപ്ലിഫയർ. ഈ നെഗറ്റീവ് ഫീഡ്ബാക്ക് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കളക്ടർ വോൾട്ടേജിൻ്റെ ഒരു പോർഷൻ എടുത്ത് ഇൻപുട്ടിലേക്ക് ഫീഡ്ബാക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത് നെഗറ്റീവ് ഫീഡ്ബാക്കിൻ്റെ അകത്ത്. അങ്ങനെയാണ് ആംപ്ലിഫയറിൻ്റെ ഗെയിൻ അവിടെ റെഡ്യൂസ് ചെയ്യുന്നത്. പക്ഷേ എല്ലാ കേസിലും നമുക്ക് ആംപ്ലിഫയറിൻ്റെ ഗെയിൻ റെഡ്യൂസ് ചെയ്യൽ സാധ്യമല്ല. ആ കേസിൽ നമ്മൾ ചെയ്യുന്ന വേറൊരു ടെക്നിക്കാണ് കോമ്പൻസേഷൻ ടെക്നിക്ക് എന്ന് പറയുന്ന മെത്തേഡ്. ആ കോമ്പൻസേഷൻ ടെക്നിക്കിനകത്തും നമ്മൾ ചെയ്യുന്നത് ക്യൂ പോയിൻറ്റിനെ സ്റ്റെബിലൈസ് ചെയ്യണം. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞത് ഡി സി ബയാസിങ് സർക്യൂട്ട് നെഗറ്റീവ് ഫീഡ്ബാക്കാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നെഗറ്റീവ് ഫീഡ്ബാക്ക് യൂസ് ചെയ്തിട്ട് ഡി സി ബയാസിങ് സർക്യൂട്ട് ചെയ്യുന്നത് ഓപ്പറേറ്റിംഗ് പോയിൻറ്റിനെ സ്റ്റേബിളാക്കുകയാണ്. ഈ നെഗറ്റീവ് ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കളക്ടർ വോൾട്ടേജിൻ്റെ ഒരു പോർഷൻ നേരെ ഇൻപുട്ടിലേക്ക് എടുത്തു കൊടുക്കും. അങ്ങനെ അതെന്ത് ചെയ്യും, ആംപ്ലിഫയറിൻ്റെ ഗെയിൻ റെഡ്യൂസ് ചെയ്യും. പക്ഷേ എല്ലാ കേസസിലും നമുക്കിത് പോസിബിൾ അല്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ചില കേസിൽ നമുക്ക് ഗെയിൻ കുറയാൻ പാടില്ല, ആംപ്ലിഫയർ അല്ലേ. അപ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യും, പകരമായിട്ടുള്ള വേറൊരു മെത്തേഡാണ് കോമ്പൻസേഷൻ ടെക്നിക്ക്. ആ കോമ്പൻസേഷൻ ടെക്നിക്ക് യൂസ് ചെയ്ത് നമ്മൾ ക്യൂ പോയിൻറ്റിനെ സ്റ്റെബിലൈസ് ചെയ്ത് നിർത്തും ഇൻസ്റ്റെഡ് ഓഫ് ഡി സി ബയാസിങ് സർക്യൂട്ട്സ്. അപ്പം നമുക്ക് അടുത്ത് നോക്കാനുള്ളത് കോമ്പൻസേഷൻ ടെക്നിക്കാണ്. കോമ്പൻസേഷൻ ടെക്നിക്ക് ഇപ്പം നമുക്ക് അറിയാവുന്നതാണ്. ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യുമ്പം ബീറ്റ ചേഞ്ച് ചെയ്യും, അതിനനുസരിച്ച് VBE ICO ഇങ്ങനെ ടെമ്പറേച്ചറിനനുസരിച്ചാണ് ഇവിടെ ചേഞ്ച് ചെയ്യുന്നത്. അപ്പം നമ്മൾ കോമ്പൻസേഷൻ ടെക്നിക്കിനകത്ത് ചെയ്യാൻ പോകുന്നത് ടെമ്പറേച്ചർ സെൻസിറ്റീവ് ആയിട്ടുള്ള ഡിവൈസസ് എടുക്കുക. അത് യൂസ് ചെയ്തിട്ടാണ് കോമ്പൻസേഷൻ നടത്തുന്നത്. അപ്പോൾ ടെമ്പറേച്ചർ സെൻസിറ്റീവ് ആയിട്ടുള്ള ഡിവൈസസ് എന്ന് പറയുമ്പം ഡയോഡ്, തെർമിസ്റ്റർ, ട്രാൻസിസ്റ്റർ ഒക്കെ ടെമ്പറേച്ചർ സെൻസിറ്റീവ് ആയിട്ടുള്ള ഡിവൈസാണ്. അപ്പോൾ ഈ ടെമ്പറേച്ചർ സെൻസിറ്റീവ് ആയിട്ടുള്ള ഡിവൈസസ് യൂസ് നമുക്ക് കോമ്പൻസേഷൻ നടത്താം. അപ്പോൾ ഇവിടെ നമ്മൾ പറയാൻ പോകുന്നത് കോമ്പൻസേഷൻ ആണ്, കോമ്പൻസേഷൻ ടെക്നിക്കിനെ കുറിച്ചാണ്. അതിൽ ഫസ്റ്റ് വൺ കോമ്പൻസേഷൻ ടെക്നിക്കിനകത്ത് ഈസ് ദ യൂസ് ഓഫ് ടെമ്പറേച്ചർ സെൻസിറ്റീവ് ഡിവൈസ്. ടെമ്പറേച്ചർ സെൻസിറ്റീവ് ഡിവൈസാണ് ഡയോഡ്, തെർമിസ്റ്റർ. നമുക്കറിയാം ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് അതിൻ്റെ റെസിസ്റ്റർ കുറയില്ലെങ്കിൽ ടെമ്പറേച്ചറും റെസിസ്റ്റൻസും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. അപ്പം ഡയോഡ്, തെർമിസ്റ്റർ, ട്രാൻസിസ്റ്റർ എന്നൊക്കെ പറയുന്ന ഡിവൈസ് യൂസ് ചെയ്തിട്ടാണ് കോമ്പൻസേഷൻ നടത്താൻ പോകുന്നത്. നമുക്കിനി ഒരു എക്സാമ്പിൾ നോക്കാം, അതാവുമ്പോൾ കുറച്ചും കൂടെ എളുപ്പമാണ്. അപ്പം നമുക്കൊരു സർക്യൂട്ട് നോക്കാം. അതിലേക്ക് RC എന്ന് പറയുന്ന കളക്ടർ റെസിസ്റ്റർ യൂസ് ചെയ്തു. ദെൻ എമിറ്റർ റെസിസ്റ്റർ വഴി അതിന് നമ്മൾ എന്ത് ചെയ്തു, ഗ്രൗണ്ട് ചെയ്തു. ഇവിടെ ഗ്രൗണ്ട് ചെയ്തു. ഇവിടെ RC, RE. ദെൻ ഇവിടെ വരുന്നത് ഒരു R1 എന്ന് പറയുന്ന റെസിസ്റ്റർ, ദെൻ വോൾട്ടേജ് ഡിവൈഡർ റെസിസ്റ്റർ, ഇത്രയും കൊടുത്തു. ഇതിന് R1, ഇവിടെ R2. ഇതിന് നമുക്ക് ബേസിലേക്ക് കൊടുക്കാം. ഇനി ഇവിടെ എന്താ വരുന്നത്, RT എന്ന് പറയുന്ന ഒരു തെർമിസ്റ്റർ നമ്മൾ ഇതിന് രണ്ടിനെയും R2ൻ്റെയും REക്കും പാരലായിട്ട് നമ്മൾ തെർമിസ്റ്റർ കണക്ട് ചെയ്തു. തെർമിസ്റ്ററിൻ്റെ സിമ്പിൾ നമുക്കിങ്ങനെ മാർക്ക് ചെയ്യാം, ഒരു തെർമിസ്റ്റർ കണക്ട് ചെയ്തു. ഇനി ഇവിടെ VCC ആണ് വരുന്ന സപ്ലൈ വോൾട്ടേജ്. ദെൻ ഇവിടുത്തെ കറണ്ട് ഏതൊക്കെയാണ്, RCയിലൂടെ കളക്ടർ കറണ്ട് ഫ്ലോ ചെയ്യും, ബേസിലൂടെ IB എന്ന് പറയുന്ന കറണ്ട് ഫ്ലോ ചെയ്യും. ഇനി നോക്കിയേ, തെർമിസ്റ്ററാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. തെർമിസ്റ്ററിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, തെർമിസ്റ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെഗറ്റീവ് ടെമ്പറേച്ചർ കോയിഫിഷ്യൻ്റ് ആണ്. എന്താണ് നെഗറ്റീവ് ടെമ്പറേച്ചർ കോയിഫിഷ്യൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, തെർമിസ്റ്ററിന് നെഗറ്റീവ് ടെമ്പറേച്ചർ കോയിഫിഷ്യൻ്റ് ആണ്. നെഗറ്റീവ് ടെമ്പറേച്ചർ കോയിഫിഷ്യൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടെമ്പറേച്ചർ കൂടുമ്പം അതിൻ്റെ റെസിസ്റ്റൻസ്
ഡിക്രീസ് ചെയ്യും. ഇതിനാണ് നമ്മൾ നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത്. ടെമ്പറേച്ചർ കൂടുമ്പോൾ റെസിസ്റ്റൻസ് കുറയും. അപ്പോൾ തെർമിസ്റ്ററിന് നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ആണ്. അപ്പോൾ അത് നമ്മൾ R2നെയും REക്കും പാരലായിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മുടെ ഈ ഒരു സർക്യൂട്ടിൽ ടെമ്പറേച്ചർ കൂടിയെന്ന് അസ്യൂം ചെയ്യാം. ടെമ്പറേച്ചർ കൂടുന്ന കേസിൽ തെർമിസ്റ്ററിന് അക്രോസ് എന്തുണ്ടായിരിക്കും? ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് തെർമിസ്റ്ററിന് അക്രോസ് ഉണ്ടാവുന്ന ഡ്രോപ്പ് കുറയും. കാരണം ടെമ്പറേച്ചർ കൂടുമ്പം തെർമിസ്റ്ററിൻ്റെ റെസിസ്റ്റൻസ് എന്ത് ചെയ്യും? കുറയും. അപ്പോൾ റെസിസ്റ്റൻസ് കുറയുമ്പം അവിടുത്തെ ഡ്രോപ്പ് എന്ത് ചെയ്യും? കുറയും. അവിടുത്തെ ഡ്രോപ്പ് കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബേസ് എമിറ്റർ ജംഗ്ഷനിലുള്ള വോൾട്ടേജ് ആണല്ലോ ട്രാൻസിസ്റ്ററിനെ ഫോർവേഡ് ബയാസിങ് നടത്തുന്നത്. അപ്പോൾ ബേസ് എമിറ്റർ ജംഗ്ഷൻ വോൾട്ടേജ് റെഡ്യൂസ് ചെയ്യും. അപ്പോൾ അത് റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ഉണ്ടാവുക? IB കുറയും. IB കുറഞ്ഞിട്ടുണ്ടെങ്കിൽ IC കുറയും. അപ്പോൾ ഇവിടെ R2, RT, RE എന്ന് പറയുന്നത് പാരലലിയാണ് നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ളത്. പാരലൽ റെസിസ്റ്റേഴ്സിൽ ഉണ്ടാവുന്ന വോൾട്ടേജസ് എന്താണ്? സെയിം ആണ് അല്ലേ? R2ൽ ഉണ്ടാവുന്ന വോൾട്ടേജ് ഡ്രോപ്പും RTയിൽ ഉണ്ടാവുന്ന വോൾട്ടേജ് ഡ്രോപ്പും REയിൽ ഉണ്ടാവുന്ന വോൾട്ടേജ് ഡ്രോപ്പും സെയിം ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത്, ഓക്കെ, ഒന്നും കൂടെ നോക്കാം. ടെമ്പറേച്ചർ കൂടിയെന്ന് കരുതാം, ഷോർട്ടായിട്ട് പറയാം, അപ്പോൾ കുറച്ചും കൂടെ എളുപ്പത്തിൽ മനസ്സിലാവും. ടെമ്പറേച്ചർ കൂടുമ്പം നമ്മുടെ തെർമിസ്റ്ററിൻ്റെ റെസിസ്റ്റൻസ് എന്ത് ചെയ്യും? കുറയും. തെർമിസ്റ്ററിൻ്റെ റെസിസ്റ്റൻസ് കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വോൾട്ടേജ് എക്രോസ് തെർമിസ്റ്റർ RT എന്ന് ഡിനോട്ട് ചെയ്യാം. അതെന്ത് ചെയ്യും? റെഡ്യൂസ് ചെയ്യും. വോൾട്ടേജ് അക്രോസ് തെർമിസ്റ്റർ റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോർവേഡ് ബയാസ് ചെയ്യുന്ന വോൾട്ടേജ്, ബേസ് എമിറ്റർ ജംഗ്ഷനിലെ ഫോർവേഡ് ബയാസ് വോൾട്ടേജ് എന്ത് ചെയ്യും? റെഡ്യൂസ് ചെയ്യും. ഇത് റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലേക്ക് ട്രാൻസിസ്റ്ററിലേക്ക് പോകുന്ന ബേസ് കറണ്ട് എന്ത് ചെയ്യും? കുറയല്ലേ ചെയ്യുക. ബേസ് കറണ്ട് കുറയും. ദെൻ നോക്കി നമുക്ക് IC = βIB എന്ന് പറയുന്ന ഇക്വേഷൻ ഉണ്ട്. അതിൽ IB കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? IC കുറയും. കാരണം IC ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു IB ആണ്. അപ്പം IB കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തുണ്ടാവും? IC കുറയും. അപ്പോൾ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ കോമ്പൻസേറ്റ് ചെയ്യാം. അപ്പോൾ ടെമ്പറേച്ചർ കൂടുമ്പോൾ IC കൂടുന്നതിന് നമുക്ക് എങ്ങനെ കുറയ്ക്കാൻ പറ്റും? ഒരു തെർമിസ്റ്ററിനെ പാരലലി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ടെമ്പറേച്ചർ സെൻസിറ്റീവ് ഡിവൈസിന് നമ്മൾ കണക്ട് ചെയ്തപ്പോൾ നമുക്കത് കുറച്ചു. അപ്പം ഇങ്ങനെയാണ് തെർമിസ്റ്റർ യൂസ് ചെയ്ത് നമ്മൾ കുറയ്ക്കുന്നത് പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ പോയിൻറ്റ്സ് എന്തൊക്കെയായിരുന്നു? തെർമിസ്റ്റർ ഹാസ് നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻറ്റ്. has negative temperature coefficient. എന്താണ് നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ? ദാറ്റ് ഈസ് its resistance decreases with increase in temperature. Resistance decreases with increase in temperature. ഇനി ഇവിടെ തെർമിസ്റ്റർ ഫസ്റ്റ് പോയിൻ്റ് ആണ്. ദെൻ സെക്കൻഡ് പോയിൻ്റ്, നമ്മൾ തെർമിസ്റ്റർ എങ്ങനെയാണ് പ്ലേസ് ചെയ്യുന്നത്? തെർമിസ്റ്റർ ഈസ് പ്ലേസ്ഡ് ഇൻ പാരലൽ ടു R2 അല്ലേ? R2 എന്ന് പറയുന്ന റെസിസ്റ്ററിന് പാരലായിട്ടല്ലേ നമ്മളിത് കണക്ട് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഇനി അടുത്ത എന്താ നമ്മൾ പറയുന്നത്? എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്? ആസ് ടെമ്പറേച്ചർ ഇൻക്രീസസ്. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്തുണ്ടാവും? ആസ് ടെമ്പറേച്ചർ ഇൻക്രീസസ് ഡ്രോപ്പ് അക്രോസ് തെർമിസ്റ്റർ ഡിക്രീസസ്. ഡ്രോപ്പ് അക്രോസ് തെർമിസ്റ്റർ decreases. Drop across thermistor decreases. This in turn reduces forward bias across. Reduces the forward bias across base emitter junction, which reduces the base current and hence collector current.
ഇങ്ങനെയാണ് തെർമിസ്റ്റർ യൂസ് ചെയ്തിട്ട് കോമ്പൻസേഷൻ നടത്തുന്നത്. ഇപ്പം ടെമ്പറേച്ചർ കൂടുമ്പം റെസിസ്റ്റൻസ് കുറയുമ്പം ബേസ് എമിറ്റർ വോൾട്ടേജിലുണ്ടാവുന്ന ഡ്രോപ്പ് കുറയുമ്പം അതിൻ്റെ ഫോർവേഡ് ബയാസിങ് കുറയുമ്പോൾ ബേസ് കറൻറ്റ് കുറയുമ്പം IC കുറയും. ഇങ്ങനെയാണ് തെർമിസ്റ്റർ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിൻ്റെ ടെമ്പറേച്ചറിനനുസരിച്ച് ICയിൽ ഉണ്ടാകുന്ന ചേഞ്ച് കൺട്രോൾ ചെയ്യുന്നത്. ഇതിപ്പോൾ ഏതൊക്കെ നമ്മൾ പറഞ്ഞു, ഡയോഡ് യൂസ് ചെയ്ത് വരാം, തെർമിസ്റ്റർ വരാം, ട്രാൻസിസ്റ്റർ വരാം. അപ്പോൾ തെർമിസ്റ്റർ യൂസ് ചെയ്തിട്ടുള്ള ഒരു എക്സാമ്പിളാണ്, ഒരു കോമ്പൻസേഷൻ ടെക്നിക്കാണ് ഇവിടെ പറഞ്ഞത്. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞത് ബയാസ് സ്റ്റെബിലൈസേഷൻ എന്ന് പറയുന്ന മെത്തേഡാണ്. ബയാസ് സ്റ്റെബിലൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യൂ പോയിൻറ്റിനെ ടെമ്പറേച്ചറിന് ഇൻഡിപെൻഡൻ്റ് ആക്കുകയാണ് ചെയ്യുന്നത്. ആൻഡ് ചേഞ്ചസ് ഇൻ ട്രാൻസിസ്റ്റർ പാരാമീറ്റർ, ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്താലും അല്ലെങ്കിൽ ട്രാൻസിസ്റ്റർ പാരാമീറ്റർ ചേഞ്ച് ചെയ്താലും ഒന്നും എന്ത് നടക്കില്ല, ക്യൂ പോയിൻറ്റിൽ ചേഞ്ചസ് വരില്ല. അപ്പോൾ ഏതൊരു ആംപ്ലിഫയർ എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ കളക്ടർ കറണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ബീറ്റയ്ക്ക് അനുസരിച്ച് മാറ്റം വരും, VBEക്ക് അനുസരിച്ച് മാറ്റം വരും, ICOയ്ക്ക് അനുസരിച്ച് മാറ്റം വരും. VBEയിൽ ചേഞ്ച് വരുന്നത് 1 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ കൂടുമ്പോൾ 2.5 മില്ലി വോൾട്ട് കുറവാണ് വരുന്നത്. ദെൻ റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് എന്ന് പറയുമ്പം ഓരോ 10 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ കൂടുമ്പോഴും റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് എന്ത് ചെയ്യും, ഡബിൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് ഡബിൾ ഫോർ എവറി 10 ഡിഗ്രി സെൽഷ്യസ് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. ഇനി ഈ 3 പാരാമീറ്റേഴ്സിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ സ്റ്റെബിലിറ്റി കണ്ടുപിടിച്ചു. അതിൽ ബീറ്റയ്ക്ക് അനുസരിച്ചാണെങ്കിൽ ആംപ്ലിഫിക്കേഷൻ സ്റ്റെബിലിറ്റി ഫാക്ടർ, VBEക്ക് അനുസരിച്ചാണെങ്കിൽ വോൾട്ടേജ് സ്റ്റെബിലിറ്റി ഫാക്ടർ, ആൻഡ് ICOയ്ക്ക് അനുസരിച്ചാണെങ്കിൽ കറണ്ട് സ്റ്റെബിലിറ്റി ഫാക്ടർ. ദെൻ നമുക്ക് എല്ലാ കേസിലും ഇത് പോസിബിൾ അല്ല, കാരണം നെഗറ്റീവ് ഫീഡ്ബാക്ക് ഗെയിൻ റെഡ്യൂസ് ചെയ്യും. അപ്പോൾ നമ്മളിവിടെ അടുത്ത മെത്തേഡായിട്ടുള്ള കോമ്പൻസേഷൻ ടെക്നിക്കിലേക്ക് പോരും. ആ കോമ്പൻസേഷൻ ടെക്നിക്ക് എന്ന് പറയുമ്പോൾ വോൾട്ടേജ് ടെമ്പറേച്ചർ സെൻസിറ്റീവ് ആയിട്ടുള്ള ഡിവൈസസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, കളക്ടർ കറൻറ്റിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി. ഡയോഡ്, ട്രാൻസിസ്റ്റർ, തെർമിസ്റ്റർ യൂസ് ചെയ്തിട്ടുള്ള ഒരു എക്സാമ്പിളാണ് നമ്മളിവിടെ പറഞ്ഞത്. ടെമ്പറേച്ചർ കൂടുമ്പം തെർമിസ്റ്ററിൻ്റെ റെസിസ്റ്റൻസ് കുറയും, അപ്പോൾ അതിലുണ്ടാകുന്ന വോൾട്ടേജ് ഡ്രോപ്പ് കുറയും, അപ്പോൾ അവിടുത്തെ ബേസ് കറൻറ്റ് കുറയും. ബേസ് കറൻറ്റ് കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിച്ച് ഇൻ ടേൺ റിഡ്യൂസസ് ദ കളക്ടർ കറൻറ്റ്. അപ്പോൾ ഇതാണ് നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത്, ബയാസ് സ്റ്റെബിലൈസേഷനെ കുറിച്ച് പഠിക്കാനുള്ളത്.